ഹായ് സ്റ്റുഡൻസ്, MBA ഫസ്റ്റ് സെമസ്റ്റർ എൻവിറോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റിയിലെ ലാസ്റ്റ് മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻവിറോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്, അതായത് നമ്മുടെ ഭൂമിയിലോട്ട് എന്തെങ്കിലും ഒരു പ്രവൃത്തി കൊണ്ടുവരണം, അല്ലെങ്കിൽ എന്തെങ്കിലും നയങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നമ്മുടെ ഭൂമിയിലോട്ട് ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവരണം എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പായിട്ട് ആ ഒരു പ്രവർത്തനം നമ്മുടെ ഭൂമിയിലോ അല്ലെങ്കിൽ നമ്മുടെ എൻവിറോൺമെൻറ്റിലോ അല്ലെങ്കിൽ മറ്റുള്ള ജനങ്ങൾക്കോ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാക്കുമോ, പൊല്യൂഷൻസ് ഉണ്ടാക്കുമോ എന്ന് ഇവാലുവേഷൻ ചെയ്യുന്ന ഒരു പ്രോസസ്സ്, ഒരു പ്രക്രിയയാണ് എൻവിറോൺമെന്റൽ ഇമ്പാക്റ്റ് അസസ്മെന്റ്. ഇപ്പോൾ ഒന്ന് ചുരുക്കി പറയാന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ഭൂമിയിലോട്ട് എന്തെങ്കിലും ഒരു ബിൽഡിങ് ഉണ്ടാക്കിയെടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും നയങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാംസ് ഇവിടെ കണ്ടക്ട് ചെയ്യണം. അപ്പോൾ ഇത് കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ ഈ ഒരു പ്രവർത്തനം നമ്മുടെ ഭൂമിയിലുള്ള ജനങ്ങൾക്ക് തടസ്സമാവുമോ, അല്ലെങ്കിൽ എൻവിറോൺമെന്റിൽ ഈ ഒരു പ്രോഗ്രാം കാരണം പൊല്യൂഷൻസ് ഉണ്ടാവുമോ, അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് കോസ്റ്റ് കൂടോ, ഈ ഒരു പ്രോഗ്രാം കാരണം നമ്മുടെ സാമ്പത്തികമായിട്ട് കോസ്റ്റുകൾ കൂടോ എന്നൊക്കെ വിലയിരുത്താൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രോഗ്രാം വന്നാൽ അത് നല്ലതാണോ അതോ ചീത്തതാണോ എന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എൻവിറോൺമെന്റ് ഇമ്പാക്റ്റ് അസസ്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രോസസ്സാണ് ഫസ്റ്റ് വൺ സ്ക്രീനിങ്. അതായത് ഈ ഒരു പദ്ധതി വലുതാണോ അല്ലെങ്കിൽ ചെറുതാണോ എന്നുള്ള കാര്യം നമ്മൾ നോക്കാം. അതുപോലെ തന്നെ ഈ ഒരു പദ്ധതി ഏത് പ്ലേസിലാണ് നമ്മളവിടെ പ്രോഗ്രാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നോ നമ്മുടെ ഗവൺമെന്റിന്റെ അംഗീകാരം വേണോ എന്നുള്ള കാര്യം ഉറപ്പാക്കുക. ഇപ്പോൾ വലിയൊരു പദ്ധതിയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, ഈ EIA ഉണ്ടായിരിക്കണം, ഗവൺമെന്റ് നമ്മുടെ റിപ്പോർട്ട് റെഡിയാക്കണം. പക്ഷേ ഒരു ചെറിയൊരു പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ അവിടെ EIAന്റെ ആവശ്യമില്ല. നെക്സ്റ്റ് സ്കോപ്പിംഗ്, അതായത് ഒരു പദ്ധതി സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് കാര്യം പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിലും അതിൻ്റെ മേൽ എന്തെങ്കിലും ഒരു തെറ്റായിട്ടുള്ള കാര്യങ്ങൾ നടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കാൻ ചാൻസ് ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം നമ്മളൊന്ന് അസസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് കളക്ഷൻ ഓഫ് ബേസ് ലൈൻ ഡാറ്റ, അതായത് ആ ഒരു പ്രവർത്തിക്കുന്ന ഇപ്പം ആ പ്രവർത്തനം എവിടെയാണ് പ്രവർത്തിക്കുന്നത് ആ ഒരു പ്രദേശത്തുള്ള ഇപ്പോൾ വാട്ടറിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ മണ്ണിൻ്റെ, നോയ്സിൻ്റെ, ജീവജാലങ്ങളുടെ എല്ലാത്തിൻ്റെയും ഒരു ഡാറ്റാസ് എടുക്കുക. അതെങ്ങനെ ഇപ്പം അതിന് മലിനീകരിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ള ചുറ്റുപാടുമുള്ള എല്ലാ സറൗണ്ടിങ്സിൻ്റെയും ഡാറ്റാസ് കളക്ട് ചെയ്യാം. ദെൻ ഇമ്പാക്റ്റ് പ്രഡിക്ഷൻ, അതായത് നമ്മൾ ചെയ്യുന്ന ആ ഒരു പ്രവർത്തനം കാരണം എന്തെങ്കിലും ഇമ്പാക്റ്റ് വരുമോ, അതായത് ഇപ്പോൾ നമ്മുടെ എൻവിറോൺമെൻറ്റിന് പൊല്യൂഷൻ ഉണ്ടാക്കുമോ അല്ലെങ്കിൽ ഉണ്ടാക്കാതിരിക്കുമോ, ഇത് എത്ര കാലത്തോട്ട് വേണം, ഈ ഒരു ബിൽഡിംഗ് ഇവിടെ ഫിക്സഡ് ആണോ അതോ ടെമ്പററി ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അസസ് ചെയ്യാം. നെക്സ്റ്റ് മിഡിഗേഷൻ മെഷേഴ്സ് ആൻഡ് EIA റിപ്പോർട്ട്, അതായത് ആ ഒരു പ്രവർത്തനം കാരണം എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർക്ക്, എന്തൊക്കെ നല്ലത് എന്തൊക്കെ ചീത്തത് എന്നുള്ള കാര്യങ്ങളൊന്ന് അസസ് ചെയ്യാം. ഇനി ഇൻ കേസ് നമുക്ക് ഇവിടെ പൊല്യൂഷൻ കുറക്കാൻ പറ്റുന്നില്ല, അപ്പോൾ എന്ത് ചെയ്യണം, പൊല്യൂഷൻസ് നമ്മുടെ തെറ്റുകൾ, അതായത് ചീത്തമായിട്ടുള്ള കാര്യങ്ങൾ കുറക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതിന് അനുസരിച്ചിട്ടുള്ള നല്ല കാര്യങ്ങൾ, അതിൻ്റെ മാർഗങ്ങൾ അവിടെ അവർ കൊണ്ടുവരണം. ഓക്കെ, പൊല്യൂഷൻസ് കുറക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ മാർഗങ്ങൾ അവിടെ നിർദ്ദേശിക്കണം. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇങ്ങനെ എല്ലാ റിപ്പോർട്ട് ഉണ്ടാക്കണം. ഈ ഒരു പദ്ധതിനെ പറ്റിയിട്ട് ഈ ഒരു EIA റിപ്പോർട്ട് അവിടെ ഉണ്ടാക്കണം. എങ്ങനെയൊക്കെ മാർഗങ്ങൾ കൊണ്ടുവരാം, എന്തൊക്കെ പൊല്യൂഷൻസ് ആണ് അവിടെ ഉണ്ടാക്കാൻ പറ്റുക, ഈ ഒരു പൊല്യൂഷൻസ് എങ്ങനെയൊക്കെ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ട് ഒരു റിപ്പോർട്ട് അവിടെ സബ്മിറ്റ് ചെയ്യണം. നെക്സ്റ്റ് പബ്ലിക് ഹിയറിംഗ് ആണ്. പബ്ലിക് ഹിയറിംഗ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രദേശത്ത് ഒരു പദ്ധതി എന്തെങ്കിലും കൊണ്ടുവരുന്ന സമയത്ത് ആ പ്രദേശത്തുള്ള ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കണം. അതായത് ഇപ്പോൾ അവിടെയുള്ള ജനങ്ങൾ ഇവരോട് ചോദിക്കുക, ഈ ഒരു പദ്ധതി കാരണം ഞങ്ങൾക്ക് എന്തെങ്കിലും ദോഷം ഉണ്ടാവുമോ, നമ്മുടെ എൻവിറോൺമെന്റിന് എന്തെങ്കിലും ദോഷം ഉണ്ടാവുമോ എന്ന് ജനങ്ങൾ ചോദിക്കുന്നതിനുള്ള മറുപടി നമ്മൾ കൊടുക്കണം. ദെൻ ഡിസിഷൻ മേക്കിംഗ്, അതായത് നമ്മുടെ ഈ ഒരു എൻവിറോൺമെന്റ് ഇമ്പാക്റ്റിന്റെ റിപ്പോർട്ട് അടിസ്ഥാനത്തിലും എൻവിറോൺമെന്റ് മാനേജ്മെന്റ് പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓൾറെഡി റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു പദ്ധതി നമ്മുടെ ഈ ഒരു എൻവിറോൺമെന്റിൽ വന്നാൽ അധികം വല്ലൊരു പൊല്യൂഷൻസ് ഒന്നും ഉണ്ടാക്കൂല എന്നുള്ളൊരു തീരുമാനമാണ് എന്നുണ്ടെങ്കിൽ നമ്മളത് ഉണ്ടാക്കിക്കോളൂ എന്നുള്ള പറഞ്ഞുകൊണ്ടൊരു അക്സെപ്റ്റൻസ് അവിടെ കൊടുക്കുന്നു. ദെൻ മോണിറ്ററിങ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് എൻവിറോൺമെൻറ്റൽ മാനേജ്മെൻറ്റ് പ്ലാന്, അതായത് ഈ ഒരു പദ്ധതി അവിടെ നിലവിൽ വരുത്തുന്ന സമയത്ത് നമ്മുടെ ഈ റിപ്പോർട്ട് പ്രകാരം അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് പ്ലാന് പ്രകാരം തന്നെയാണ് അവരവിടെ ആ ഒരു കാര്യങ്ങൾ ചെയ്യണത് എന്നുള്ള കാര്യം നമ്മളവിടെ ഉറപ്പ് വരുത്താം. ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്താത്ത എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്, ഭൂമിക്ക് ദോഷകരമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ വിലയിരുത്തണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് അസസ്മെൻറ്റ് ഓഫ് ആൾട്ടർനേറ്റീവ്സ്, അതായത് ഒരു സെക്കൻഡ് ഓപ്ഷൻ നമ്മൾ നോക്കുക. അതായത് ഇവിടെ
ഈ ഒരു പ്ലേസിൽ ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് പകരം വേറൊരു പ്ലേസിൽ ഈ ഒരു പ്രവൃത്തി ചെയ്യണോ വേണ്ടേ എന്നൊന്ന് വീണ്ടും തീരുമാനിക്കുക. ദെൻ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് റിസ്ക് അസസ്മെൻ്റ് ആണ്. അതായത് ഇപ്പോൾ ഒരു കെമിക്കൽസിൻ്റെ ഒരു കെമിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫാക്ടറിയാണ് പ്രവർത്തിക്കണേ എന്നുണ്ടെങ്കിൽ അവിടുത്തെ കുറേ ഹസാർഡസ് ആയിട്ടുള്ള ഗ്യാസുകളും ഒക്കെ ഉണ്ടാകുന്നു. അപ്പോൾ ഈ ഗ്യാസുകളൊന്നും ഫാക്ടറി വിട്ട് പുറത്ത് പോവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളവിടെ സൂക്ഷിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രോസസ്സ്, എങ്ങനെയാണ് എൻവിറോൺമെൻറ്റൽ ഇമ്പാക്റ്റിൻ്റെ അസസ്മെൻറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ പ്രോസസ്സുകൾ. നെക്സ്റ്റ് എൻവിറോൺമെൻറ്റൽ മാനേജ്മെൻറ്റ് സിസ്റ്റം. അതായത് ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു കമ്പനി ഇവിടെ പ്രവർത്തിക്കുന്ന സമയത്ത് അതിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് എൻവിറോൺമെൻറ്റിൽ എന്തൊക്കെ പൊല്യൂഷൻസ്, എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളത് അനലൈസ് ചെയ്യുകയാണ്. അത് അനലൈസ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ സിസ്റ്റമായിക്കൊണ്ട് ഓരോ കാര്യങ്ങൾ അതിനൊരു ആൻസർ ആയിട്ട്, ലൈക്ക് ഇവിടെ പൊല്യൂഷൻസ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ആ പൊല്യൂഷൻസ് തടയാൻ വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങൾ അവരവിടെ കൊണ്ടുവരുന്നു. ഓക്കെ, ഒരു സിമ്പിളായിട്ട് പറയാമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിലെയോ അല്ലെങ്കിൽ ഒരു കമ്പനിയിലെയോ എല്ലാ കാര്യങ്ങളും അവിടെ മോണിറ്ററിങ്, ട്രെയിനിങ്, അതുപോലെ തന്നെ പോളിസീസ്, പ്രൊസീജിയേഴ്സ്, റിപ്പോർട്ടിങ്, ഈ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നു, ഇൻറ്റേർണലായിക്കോട്ടെ എക്സ്റ്റേണലായിക്കോട്ടെ എല്ലാം എടുത്തിട്ട് ഇതെല്ലാം അവിടെയുള്ള എംപ്ലോയീസിനെ അറിയിച്ചു കൊടുക്കുന്നു. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യുന്നു, എൻവിറോൺമെൻറ്റിൽ സിസ്റ്റംസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സുകളാണ് പറയണത്. ആസ് എ ടൂൾ, ഇത് നമുക്ക് ഈ ഒരു EMS എന്നുള്ള സംഭവം നമുക്ക് ടൂളായിട്ട് യൂസ് ചെയ്യാം. അതായത് നമുക്ക് അവിടെയുള്ള എംപ്ലോയീസിനെയൊക്കെ ഇത് അറിയിച്ചു കൊണ്ട് ആ ഒരു പരിസ്ഥിതി മെച്ചപ്പെടുത്തുന്ന രീതിയിലോട്ടുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അത് മുൻഗണന ആക്കി എടുക്കാം. EMS ആ രീതിയിലോട്ട് എടുക്കാം. ദെൻ സിസ്റ്റം ബേസ്ഡ്, അതായത് ഇവിടെ എന്താണ്, ഓരോരുത്തർക്കും അതായത് മാനേജ്മെന്റ് എന്നില്ല, എംപ്ലോയീസ് എന്നില്ല, അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ ജോലി എന്തിട്ടുണ്ടാകും, റെസ്പോൺസിബിൾ റോള് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ഒരു സിസ്റ്റമായിട്ട് അത് ഫ്രാഗ്മെന്റ് ആയിട്ടില്ല, ചിതറിക്കാണ്ടല്ല, ഓരോരുത്തർക്കും വ്യക്തമായിട്ടുള്ള ഒരു റോള് കൊടുത്തിട്ടുണ്ടാകും. പിന്നെ നെക്സ്റ്റ് പറയുന്നത് മാനേജ്മെന്റ് എംപ്ലോയീസ് ഇൻവോൾവ്മെന്റ്. അതായത് നമ്മുടെ ഓരോ കാര്യങ്ങളിലും മാനേജ്മെൻറ്റിൻ്റെയും അതുപോലെ തന്നെ എംപ്ലോയീസിൻ്റെയും ഇൻവോൾവ്മെൻറ്റ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഇവർ ഉറപ്പാക്കുന്നു. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ തന്നെ കൊണ്ടുപോകുന്നു. ദെൻ ട്രെയിനിങ്, അതായത് നമ്മുടെ ഈ ഒരു EMS എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ ഈ ഒരു കമ്പനിയിലുള്ള കാര്യങ്ങൾ ലൈക്ക് അത് പ്രകൃതിയുമായിട്ട് നശിച്ചു പോകരുത്, പ്രകൃതിനെ എഫക്റ്റ് ചെയ്യരുത് എന്നുള്ള രീതിയിലോട്ടാണ്. അപ്പോൾ ആ രീതിക്ക് നമ്മുടെ കമ്പനി ലക്ഷ്യങ്ങളുണ്ടാകും. അതായത് ഒരിക്കലും എൻവിറോൺമെൻറ്റിനെ എഫക്റ്റ് ചെയ്യരുത് എന്നുള്ള രീതിയിലോട്ടുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ രീതിയിലോട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, അവിടെയുള്ള എംപ്ലോയീസിന് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നു. ദെൻ നെക്സ്റ്റ് പറയണത് അവിടെയുള്ള റൂൾസുകളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു EMS നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് കണ്ടിന്യൂസ് ഡെവലപ്മെൻ്റ് ആണ്. അതായത് ഇവിടെ നമ്മൾ ഇപ്പോൾ ഒരു സിസ്റ്റം ചെയ്തു, അതിനുശേഷം ആ ഒരു സിസ്റ്റം ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അനലൈസ് ചെയ്തിട്ട് ഇനി വരുന്ന ഫ്യൂച്ചറിൽ അത് വീണ്ടും ഡെവലപ്മെൻറ്റ് ചെയ്ത് കൊണ്ടേയിരിക്കും. ദെൻ നെക്സ്റ്റ് പറയുന്നൊരു പോയിന്റ്, സ്റ്റേറ്റ് ലെവലിലും അതുപോലെ തന്നെ നാഷണൽ ലെവലിലുള്ള ഗവൺമെൻറ് എൻവിറോൺമെൻറ്റ് ഏജൻസികളെ എന്ത് ചെയ്യുന്നു, ഇലക്ട്രോണിക്, അതായത് ഓൺലൈൻ ആയിക്കൊണ്ട് ഓരോ റിപ്പോർട്ടുകളും സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു EMS ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ് പറയുമ്പോൾ ഈ കോൺട്രാക്റ്റും അതുപോലെ തന്നെ സപ്ലയേഴ്സും EMI പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. ഇനി ഒബ്ജക്റ്റീവ്സ് ആണ്, അതായത് കംപ്ലയിൻറ്റ്സ്. അതായത് നമുക്ക് ഗവൺമെൻറ്റിൻ്റെ റൂൾസ് പ്രകാരം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കമ്പനി മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇൻ കേസ് ആ ഒരു ഗവൺമെൻറ്റിൻ്റെ റൂൾസ് നമ്മൾ പാലിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് അതിനനുസരിച്ചിട്ടുള്ളൊരു ഫൈൻ ഒന്നെങ്കിൽ ഈടാക്കും, അല്ലെങ്കിൽ ആ ഒരു കമ്പനി തന്നെ പൂട്ടിക്കും. നെക്സ്റ്റ് വേസ്റ്റ് റിഡക്ഷൻ, അതായത് നമ്മൾ മാക്സിമം വേസ്റ്റുകൾ റെഡ്യൂസ് ചെയ്യണം. ഇപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് റീസൈക്കിൾ ചെയ്യുക, റീയൂസ് ചെയ്യുക, അങ്ങനെ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, മാക്സിമം വേസ്റ്റിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യുക, മാനേജ്മെൻറ്റ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് പോയിന്റ് റെഡ്യൂസ് റിസോഴ്സ് യൂസേജ്, അതായത് ഈ വെള്ളങ്ങൾ അതുപോലെ തന്നെ എനർജി ഒക്കെ ഉണ്ടാവുമല്ലോ, അത് ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യാനാണ് ഈ ഒരു സിസ്റ്റം പറയണത്. അതായത് ഇപ്പോൾ ഈ എനർജികളൊക്കെ നമ്മൾ ആർട്ടിഫിഷ്യൽ യൂസ് ചെയ്യാതെ നമ്മൾ എൻവിറോൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന പല എനർജീസുകളുണ്ട്, അത് മാക്സിമം യൂസ് ചെയ്യാൻ നോക്കാം. നെക്സ്റ്റ് പോയിന്റ് റെഡ്യൂസ് പൊല്യൂഷൻസ്, അതായത് നമുക്ക് ഒരു കമ്പനികളിൽ നിന്ന് ഇപ്പം ഒരു കമ്പനി ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഭാഗത്തു നിന്ന് കുറച്ച് എഫക്റ്റുകൾ നമ്മുടെ എൻവിറോൺമെൻറ്റിന് ഉണ്ടാക്കും. അപ്പോൾ ഈ ഒരു EMS എൻവിറോൺമെൻറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്താണ് ഉദ്ദേശിക്കുന്നത്, ഒരു കമ്പനീൻ്റെ വകയിൽ നിന്നും ഒരു പൊല്യൂഷൻ നമ്മുടെ എൻവിറോൺമെൻറ്റ് ഇല്ലാതാക്കുന്നു, അതായത് പൊല്യൂഷൻസ് ഒക്കെ മാക്സിമം റെഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഈ ഒരു EMS എന്നുള്ള ആ ഒരു പദ്ധതി നമ്മുടെ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് അതാണ്.
നെക്സ്റ്റ് നമ്മുടെ എൻവിറോൺമെൻറ്റിനെ എങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം പോയിന്റ് തന്നെയാണ്. അതായത് നമ്മൾ യൂസ് ചെയ്ത പ്രൊഡക്ട്സ് ഒക്കെ റീയൂസ് ചെയ്യുക, അങ്ങനെ വേസ്റ്റ് മാനേജ് ചെയ്ത് കൊണ്ടുപോവുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ റിഡക്ഷൻ റിസോഴ്സുകളൊക്കെ നമ്മൾ മാക്സിമം റിഡക്ഷൻ ചെയ്യാം. അപ്പോൾ ഈ സെയിം പറഞ്ഞ പോയിന്റ് തന്നെയാണ്, ജസ്റ്റ് ഒരു കൂടുതൽ റെഫറൻസിന് വേണ്ടി കൊടുത്തു എന്നുള്ളൂ. ഇതിൻ്റെയൊക്കെ നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ അവിടെ ലിങ്ക് ഉണ്ടാവും ടെലിഗ്രാമിൻ്റെ, അതിലൊന്ന് ജോയിൻ ചെയ്താൽ മതി. എന്നിട്ട് നോട്ട്സ് ഒന്ന് ടൈപ്പ് ചെയ്ത് വിട്ടാൽ മതി. നെക്സ്റ്റ് EMS എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ഫസ്റ്റ് പ്ലാൻ ചെയ്യും, എങ്ങനെയൊക്കെ ചെയ്യണം, ഏത് രീതിയിലൊക്കെ ചെയ്യണം എന്നുള്ളത് പ്ലാൻ ചെയ്യും. അത് പ്രവർത്തനമാക്കും, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. ലൈക്ക് അവർ പ്ലാൻ ചെയ്ത കാര്യങ്ങളെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. അതിനുശേഷം ചെക്ക് ചെയ്യും ഇവരത് ഇംപ്ലിമെൻറ്റ് ചെയ്തതിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇനി മാറ്റി ശരിയാക്കാനുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അനലൈസ് ചെയ്യും. ദെൻ ആക്ട്. അങ്ങനെ എന്തെങ്കിലും അനലൈസ് ചെയ്തിട്ട് മാറ്റാനുണ്ട് എന്നുണ്ടെങ്കിൽ അടുത്തൊരു പ്രാവശ്യം ചെയ്യുമ്പോൾ ഇതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നു. അപ്പോൾ ഇതാണ് എൻവയോൺമെൻറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ്സും ഫീച്ചേഴ്സും ഒക്കെ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് ISO 14000. അതായത് ISO എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ. അതായത് ISO തയ്യാറാക്കിയ ഈ എൻവിറോൺമെൻറ്റ് മാനേജ്മെൻറ്റുകളുടെ ഒരു കൂട്ടാണ് ISO 14000 എന്ന് പറയുന്നത്. ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഓരോ ഓർഗനൈസേഷനും അവരുടെ എൻവിറോൺമെൻറ്റിനോടുള്ള ആ ഒരു കാര്യക്ഷമത കൂട്ടാൻ വേണ്ടിയിട്ട്, അത് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതായത് ഒരു ഓർഗനൈസേഷന് എൻവിറോൺമെൻറ്റിൽ പൊല്യൂഷൻ ഉണ്ടാക്കുന്നു. അപ്പോൾ ആ പൊല്യൂഷൻ ഉണ്ടാക്കാതെ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ISO എന്ന് പറയുന്നത്. ഈ ISO EMSൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇത് ഫോം ചെയ്തിട്ടുള്ളത്. EMS എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു ഓർഗനൈസേഷൻ്റെ ഒരു എൻവിറോൺമെൻറ്റിൽ നിന്നും, അതായത് ഒരു ഓർഗനൈസേഷൻ്റെ പ്രവർത്തനങ്ങളെ എൻവിറോൺമെൻറ്റിനെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിലാണ് ഓരോ കമ്പനീസും അവിടെ അതിൻ്റെ പ്രോസസ്സ് നടന്നു കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെയാണ് ISOൻ്റെതും ഈ സെയിം EMSൻ്റെ പ്രത്യേകമായിട്ടാണ് ഈ ISO ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളത്. ISO എന്ന് പറയുന്നതും എന്താണ്? ഒരു കമ്പനിയിലുണ്ട കാര്യങ്ങളൊന്നും നമ്മുടെ എൻവിറോൺമെൻറ്റിനെ എഫക്റ്റ് ചെയ്യാതെ, അവിടെ പൊല്യൂഷൻസ് ഒന്നും ഉണ്ടാക്കാതെ ആണ് ഇതിവിടെ പ്രവർത്തിച്ചു കൊണ്ടുപോകുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ ഫീച്ചേഴ്സാണ്. അതിൽ ഫസ്റ്റ് വൺ EMS ആണ്. EMS എന്ന് പറയുമ്പോൾ എൻവിറോൺമെൻറ്റൽ മാനേജ്മെൻറ്റ് സിസ്റ്റം. EMS സ്ഥാപിക്കാനും അതുപോലെ തന്നെ അതവിടെ പരിപാലിക്കാനും അത് നല്ല രീതിയിലോട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ ഒരു ടൂളാണ് എന്ന് പറഞ്ഞു EMS. അപ്പോൾ അതിന് വേണ്ടി EMS യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇനി വരുന്ന അപകടങ്ങളൊക്കെ മറികടന്ന് അതിന് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാനും യൂസ് ചെയ്യുന്നു. ദെൻ കണ്ടിന്യൂവൽ ഇംപ്രൂവ്മെൻ്റ് ആണ്. അതായത് നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്യുന്നു, അത് ചെയ്യുന്നു, അതിൽ പിന്നെ നമ്മൾ എന്തെങ്കിലും ചെക്ക് ചെയ്തിട്ട് അത് ആക്ട് ചെയ്യുന്നു. നമ്മളൊരു പ്ലാൻ ചെയ്ത സംഭവത്തെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് അതിൽ ഇനിയും ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കണം എന്നെങ്കിൽ അതിനൊക്കെ ISO ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ കംപ്ലൈൻറ്റ്സ് വിത്ത് റെഗുലേഷൻസ്. അതായത് ഇപ്പോൾ സ്റ്റേറ്റ് രൂപേണ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ രൂപേണ ആയിക്കോട്ടെ, നമ്മൾ അവിടെ റൂൾസുകളും റെഗുലേഷൻസും ഒക്കെ പാലിച്ചുകൊണ്ടാണ് ആ ഒരു ഓർഗനൈസേഷൻ നടപ്പാക്കുന്നത്. അതായത് ആ ഒരു ഓർഗനൈസേഷൻ നടപ്പാക്കുന്ന പറയുമ്പോൾ എൻവിറോൺമെൻറ്റിന് ഒരു തരം ഹാംഫുൾ ഇല്ലാക്കാതെ എല്ലാ റൂൾസുകളും, ഗവൺമെൻറ്റിൻ്റെ എല്ലാ റൂൾസും പാലിച്ചിട്ട് അങ്ങനെ നടത്താൻ വേണ്ടി ഈ ISO ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ സസ്റ്റൈനബിൾ പ്രാക്ടീസസ്. അതായത് ISO നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസുകൾ മാക്സിമം യൂസ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ അനാവശ്യമായിട്ടുള്ള യൂസുകൾ കുറക്കാനൊക്കെ ഈ ISO ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ISO എന്ത് ചെയ്യും? നമ്മുടെ ക്ലൈമറ്റുകളും അതുപോലെ തന്നെ ഗ്ലോബൽ വാർമിംഗ് ഒക്കെ തടഞ്ഞു നിർത്തുന്നുണ്ട്. കാരണം അധികം റിസോഴ്സുകൾ നമ്മൾ വേസ്റ്റ് ചെയ്യാതെ അതിന് നല്ല റിസോഴ്സുകൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ടൊക്കെയാണ് ഈ കമ്പനി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതാണ് ISOൻ്റെ ഫീച്ചേഴ്സുകളായിട്ട് വരുന്നത്. നെക്സ്റ്റ് ബെനഫിറ്റാണ് എൻവിറോൺമെൻറ്റൽ പെർഫോമൻസ്. ഇവിടെ ഈ കമ്പനികളൊക്കെ എൻവിറോൺമെൻറ്റിനെ സംരക്ഷിക്കുന്ന രീതിയിലോട്ടുള്ള ഓരോ നയങ്ങൾ കൊണ്ടുവരുന്നു. അതായത് അവിടെ പൊല്യൂഷൻസുകളൊക്കെ കുറക്കുന്നു, അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. മാലിന്യങ്ങൾ നമ്മുടെ എൻവിറോൺമെൻറ്റിൽ ഉണ്ടാക്കുന്നത് കൂടുതൽ റെഡ്യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് ലീഗൽ കംപ്ലൈൻറ്റ്സ്. അതായത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ റൂൾസും റെഗുലേഷൻസും ഒക്കെ പരിഗണിച്ചിട്ടാണ് ഇവിടെ ഓരോ ഓർഗനൈസേഷൻസ് മുന്നോട്ട് പോകുന്നത്. ദെൻ കോസ്റ്റ് സേവിങ്സ്. അതായത് ഇവിടെ ചിലവുകളൊക്കെ, അതായത് നമ്മുടെ ഈ പൊല്യൂഷൻസുകളൊക്കെ വളരെ കുറവാണ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ റിസോഴ്സസുകളുടെ ഉപയോഗം മാക്സിമം അവർ കുറയ്ക്കുന്നു. അതുകൊണ്ട് നമുക്കവിടെ കോസ്റ്റ് സേവിങ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദെൻ റെപ്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇത്തരം കമ്പനീസ് നമ്മുടെ എൻവിറോൺമെൻറ്റിന് നല്ല കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി, ലൈക്ക് ആ റൂൾസ് റെഗുലേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ എൻവിറോൺമെൻറ്റ് ഹാംഫുൾ ആവാതെ സേഫായിട്ട് നിൽക്കുകയാണ്.
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെ ഇടയിലൊക്കെ ഈ ഒരു കമ്പനിക്ക് എന്ത് ചെയ്യുന്നു, വലിയൊരു പേര് കിട്ടുന്നു, അവരുടെ ഇമേജ് കൂടുന്നു. ദെൻ നെക്സ്റ്റ് റിസ്ക് മാനേജ്മെൻറ്റ്. അതായത് ഈ ഒരു ISO എന്നുള്ള ഈ ഒരു പോളിസിയിൽ എന്താണ്, ഒരു നമുക്ക് ഇനി വരാൻ പോകുന്ന റിസ്കുകളൊക്കെ എന്താണ് നമുക്ക് മുൻകൂട്ടി കണ്ടെത്താൻ പറ്റുന്നു. അപ്പോൾ മുൻകൂട്ടി റിസ്കുകളൊക്കെ കണ്ടെത്തിയിട്ട് നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ബെനിഫിറ്റുകളായിട്ട് വരുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് എൻവിറോൺമെൻറ്റൽ ലെജിസ്ലേഷൻ. അതായത് നമ്മുടെ എൻവിറോൺമെൻറ്റിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ എൻവിറോൺമെൻറ്റിൽ ഡെവലപ്മെൻറ്റ്, അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഉണ്ട് എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു ലെജിസ്ലേഷൻ എന്നുള്ള സംഭവം. അതായത് ലെജിസ്ലേഷൻ മീൻസ് നിയമങ്ങൾ, റൂൾസ്, റെഗുലേഷൻസ് എന്നിവ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻവിറോൺമെൻറ്റിനെ പൊല്യൂഷനിൽ നിന്നും അകറ്റി നിർത്തുക. അതുപോലെ തന്നെ മൃഗങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ എയർ, ക്ലൈമറ്റ്, ഇതിനൊക്കെ പൊല്യൂഷനിൽ നിന്നും മാറ്റി നിർത്തുക. നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള റിസോഴ്സസുകളൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. മീൻസ് വേണ്ട കാര്യങ്ങൾക്ക് മാത്രം യൂസ് ചെയ്തുകൊണ്ട് അത് നമ്മുടെ ഭൂമിയിൽ നിലനിർത്തുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. നെക്സ്റ്റ് കീ കാറ്റഗറീസ് ആണ്. അതായത് ഈ ഒരു എൻവിറോൺമെൻറ്റൽ ലെജിസ്ലേഷൻ എന്തിലൊക്കെയാണ് റൂൾസ് കൊടുക്കുന്നത്, ലോകളൊക്കെ കൊടുന്നു വന്നത്. ഫസ്റ്റ് പൊല്യൂഷൻ കൺട്രോൾ ആണ്. അതിൽ എയർ പൊല്യൂഷൻ ലോസ്, ഈ ഫാക്ടറികളിൽ മൂലം അതുപോലെ തന്നെ മറ്റുള്ള എന്തെങ്കിലും വണ്ടികളുടെ പുക, അതുപോലെ ഫാക്ടറിയിൽ നിന്നുണ്ടാകുന്ന പുക, ഇത് കാരണം നമ്മുടെ എയർ, വായു ഫുൾ പൊല്യൂഷൻ ചെയ്ത് വരികയാണ്. അപ്പോൾ അതിനൊക്കെ മാക്സിമം അതിനൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം അവർ നിയമങ്ങൾ കൊണ്ടുവന്നു. ദെൻ വാട്ടർ പൊല്യൂഷൻ, അതായത് ഇൻഡസ്ട്രീസിൽ നിന്നിട്ടും പല പല ഷോപ്പുകളിൽ നിന്നിട്ടൊക്കെ ഈ വേസ്റ്റ് ആയിട്ടുള്ള വെള്ളങ്ങൾ നദികളിലോട്ടും കടലിലോട്ടും ഒക്കെ അവർ പുറപ്പെടുവിക്കുകയാണ്. അപ്പോൾ അങ്ങനെ തടഞ്ഞു നിർത്തി, ഈ നദികളിലോട്ടൊന്നും ഇത്തരം വേസ്റ്റ് ആയിട്ടുള്ള വെള്ളങ്ങൾ കൊണ്ട് കളയരുത് എന്നുള്ള റൂൾസ് കൊണ്ടുവന്നു. ദെൻ സോയിൽ ആൻഡ് ലാൻഡ് പൊല്യൂഷൻസ്, അതായത് ഈ വേസ്റ്റേജുകളൊക്കെ സോയിലിൽ അവർ നിക്ഷേപിക്കുകയാണ് റിഡായി പോകാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഈ കെമിക്കലായിട്ടുള്ള ഓരോ പ്രൊഡക്ട്സ് അവിടെ റിഡായി പോയിക്കോട്ടെ എന്ന് നിക്ഷേപിക്കണ കാരണം നമ്മുടെ സോയിൽസൊക്കെ നഷ്ടപ്പെടും, അതിൻ്റെ ബെനിഫിറ്റുകളൊക്കെ നഷ്ടപ്പെടുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളും നിയമം മൂലം നിർത്തിവെച്ചു. രണ്ടാമത്തെ കാറ്റഗറിയാണ് നാച്ചുറൽ റിസോഴ്സ് മാനേജ്മെൻറ്റ്. അതിൽ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് കൺസർവേഷൻ, അതായത് നമ്മൾ ഈ കാടുകളൊക്കെ ഉണ്ടല്ലോ വെട്ടിമുറിക്കുന്നത്, അത് നശിച്ച് ഡീഫോറസ്റ്റേഷൻ ചെയ്യുക, അതിനൊക്കെ മാക്സിമം ഒരു വിധത്തിൽ അവർ കൺട്രോൾ ചെയ്തു. അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് കൺസർവേഷൻ, നമ്മുടെ വനത്തിലുള്ള മൃഗങ്ങളൊക്കെ സംരക്ഷിക്കുന്ന ആ ഒരു പദ്ധതിയും കൊണ്ടുവന്നു. ദെൻ മിനറൽ ആൻഡ് റിസോഴ്സ് എക്സ്ട്രാക്ഷൻ, അതായത് നമ്മുടെ എൻവിറോൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന റിന്യൂവബിൾ ആയിട്ടുള്ള റിസോഴ്സുകളൊക്കെ ഒരു മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, അവർ അനാവശ്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു. അപ്പോൾ അതിനൊക്കെ ഒരു കൺട്രോൾ, ഒരു ലോ കൊണ്ടുവന്നു, ഇത്രത്തോളം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ലോ കൊണ്ടുവന്നു. അതുപോലെ തന്നെ മിനറൽസിൻ്റെ കേസിലും റിസോഴ്സസിൻ്റെ കേസിലും അത്യാവശ്യത്തിന് മാത്രം യൂസ് ചെയ്യുക എന്നുള്ള ഒരു റൂള് അവർ കൊണ്ടുവന്നു. നെക്സ്റ്റ് വേസ്റ്റ് മാനേജ്മെൻ്റ് ആണ്. അതിൽ ഹസാർഡിയസ് വേസ്റ്റ് മാനേജ്മെൻറ്റ്, അതായത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഗ്യാസ് ആണ് ഈ ഹസാർഡിയസ്, ഒരു കെമിക്കലാണ്. അപ്പോൾ അതിനെ നമ്മുടെ മണ്ണിലോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് പൊല്യൂട്ട് ആവാത്ത രീതിയിൽ വേണം അവിടെ ഒരു വേസ്റ്റ് മാനേജ് ചെയ്യാൻ. ദെൻ നെക്സ്റ്റ് ഈ വേസ്റ്റ് മാനേജ്മെൻ്റ് ആണ്. അവിടെ നമ്മൾ ഈ ഇലക്ട്രോണിക് രൂപേണയുള്ള ഓരോ വേസ്റ്റുകൾ ഉണ്ടാവും, ഇപ്പോൾ മൊബൈല്, ലാപ്ടോപ്പ്, ഇങ്ങനത്തൊക്കെ. ഇതിനൊക്കെ മാക്സിമം അവർ റീസൈക്കിൾ ചെയ്താണ്, റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ കൊണ്ടുവന്നു. ഒരു കണക്കിന് പറ്റാത്ത കുറച്ച് ഇലക്ട്രോണിക് ഐറ്റംസ് ഉണ്ടാവും, സേഫ് ആയിക്കൊണ്ട് ഡിസ്പോസ് ചെയ്യാനും അങ്ങനത്തെ നിയമങ്ങളെ കൊണ്ടുവന്നു. നെക്സ്റ്റ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എനർജി. അതിൽ ക്ലൈമറ്റ് ചേഞ്ച് മിറ്റിഗേഷൻ, അതായത് നമ്മുടെ ഭൂമി ചൂട് കൂടുന്നത് കാരണം നമുക്ക് ക്ലൈമറ്റ് ചേഞ്ചിൽ ഡിഫറൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഈ ചൂട് കൂടാൻ കാരണം കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളൊക്കെ കൊണ്ടുവരുന്നു. ദെൻ റിന്യൂവബിൾ എനർജി പ്രൊമോഷൻ, അതായത് നമ്മൾ ഈ എനർജികളൊക്കെ യൂസ് ചെയ്യുമല്ലോ, അങ്ങനത്തെ എനർജികൾ യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ അവിടെ പൊല്യൂഷൻസ്, എൻവിറോൺമെൻറ്റൽ പൊല്യൂഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് നാച്ചുറൽ ആയിട്ടുള്ള എനർജികൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൂൾസ് കൊണ്ടുവന്നു. ദെൻ പബ്ലിക് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, അതായത് പബ്ലിക്കിന് ദോഷകരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള റൂളുകൾ കൊണ്ടുവന്നു. ദെൻ എൻവിറോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്, നമ്മളൊരു കാര്യം ചെയ്യണതിൻ്റെ മുന്നായിട്ട് ഇത് എത്രത്തോളം ബെനിഫിറ്റ് ആണ്, എത്രത്തോളം ഡിസഡ്വാൻറ്റേജ് ആണ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഓരോ അസസ്മെൻറ്റുകളും കൊണ്ടുവന്നു. അപ്പോൾ ഇതാണ് എൻവിറോൺമെൻറ്റൽ ലെജിസ്ലേഷൻസ് കൊണ്ടുവന്ന കീ കാറ്റഗറീസ്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് ഫോർ എസ്റ്റാബ്ലിഷിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് എൻവിറോൺമെൻറ്റ് ഫ്രണ്ട്ലി ബിസിനസ്. അതായത് ഇപ്പോൾ
ഒരു ബിസിനസ് എന്ന് പറയുന്നത് നമ്മുടെ എൻവിറോൺമെൻറ്റിനെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു ബിസിനസ് ആണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അതിന് നീണ്ട കാലം അതവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ടും എന്ത് ചെയ്യണം, ഈ ഗവൺമെൻറ്റിൽ അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ, നോൺ ഇൻ്റർനാഷണൽ ഗവൺമെൻറ് ഈ 3 കമ്പനികളുടെ പിന്താങ്ങ് വേണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇത്തരം കമ്പനീസുകൾ ആരംഭിക്കാനും പറ്റുള്ളൂ, അത് നിലനിർന്നു പോകാനും പറ്റുള്ളൂ. അതിൽ ഫസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടുകൾ എന്തൊക്കെയായിരിക്കും? ഫസ്റ്റ് പോളിസി ഫ്രെയിംവർക്കിൻ്റെ രീതിയിൽ വരുന്നത് എൻവിറോൺമെൻറ്റൽ ലോസ് ആൻഡ് റെഗുലേഷൻസ്. അതായത് നമ്മൾ പൊല്യൂഷൻസുകളൊക്കെ എന്ത് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതും അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ചുകളിൽ നിന്നും അങ്ങനെ എല്ലാം നമ്മുടെ പൊല്യൂഷൻസ്, ഒരു ഭൂമിക്ക് എന്തൊക്കെ പൊല്യൂഷൻസ് ഉണ്ടാക്കാൻ പറ്റുന്നോ അതിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു. ദെൻ എൻവിറോൺമെൻറ്റ് സ്റ്റാൻഡേർഡ്സ്, അതായത് ISO 14001, അതായത് EMS, എൻവിറോൺമെൻറ്റൽ മാനേജ്മെൻറ്റ് സിസ്റ്റം. ഇത്തരം മാനദണ്ഡങ്ങൾ കാരണം എന്ത് ചെയ്യുന്നു, നമ്മുടെ കമ്പനിയിലുള്ള വർക്കുകളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നു. ദെൻ നാഷണൽ ആക്ഷൻ പ്ലാൻസ്, അതായത് ഈ ക്ലൈമറ്റ് ചേഞ്ചുകളൊക്കെ മാക്സിമം അവർ നിയമങ്ങൾ കൊണ്ടുവന്നിട്ട് അവിടെ പൊല്യൂട്ട് ചെയ്യാത്ത രീതിയിൽ ചെയ്യുന്നു. അതുപോലെ തന്നെ അതിൽ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് വരുന്നുണ്ട്. നാച്ചുറൽ ആയിട്ടുള്ള എനർജികളൊക്കെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നു. ഇതാണ് ഫസ്റ്റ് പോളിസി ഫ്രെയിംവർക്കിൻ്റെ കീഴിൽ വരുന്നത്. അതിൽ സബ്സിഡീസ് ആൻഡ് ഗ്രാൻഡ്സ്, അതായത് ഈ സോളാറ് അതുപോലെ തന്നെ മറ്റേ കാറ്റാടി യന്ത്രമൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഫണ്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ ടാക്സ് ബെനിഫിറ്റ്, അതായത് ഇപ്പോൾ ഈ എൻവിറോൺമെൻറ്റിൻ്റെ റൂൾസും റെഗുലേഷൻസൊക്കെ പാലിച്ചുകൊണ്ടാണ് ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അങ്ങനത്തെ എൻവിറോൺമെൻറ്റ്സിന് ഫൈന് വരില്ല. അതുപോലെ തന്നെ അവർക്ക് ടാക്സ് വളരെ കുറച്ചൊരു എമൗണ്ടേ ഉണ്ടാവുള്ളൂ. നെക്സ്റ്റ് റെഗുലേറ്ററി ബോഡീസ് ആണ്. അതിൽ മിനിസ്ട്രി ഓഫ് എൻവിറോൺമെൻറ്റൽ ഫോസ്റ്റർ ആൻഡ് കൾച്ചർ ചേഞ്ച്, അതായത് എന്താണ്, നമ്മൾ ഈ ഫോറസ്റ്റുകൾ പൊല്യൂഷനിൽ നിന്ന് രക്ഷിക്കാനും അതുപോലെ തന്നെ അവിടെ നമുക്ക് ഡീഫോറസ്റ്റേഷൻ തടയാനും വേണ്ടിയിട്ടുള്ള ലോകളൊക്കെ കൊണ്ടുവന്നു. അതുപോലെ തന്നെ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്സും നമ്മുടെ പൊല്യൂഷൻസ്, നമ്മുടെ മലിനീകരണങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യാനുള്ളതും മിനിമൈസ് ചെയ്യാനും വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യാനുള്ള ഓരോ നിയമങ്ങളും കൊണ്ടുവന്നു. അപ്പോൾ ഇതൊക്കെയാണ് എന്ത്, ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട്, ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നിന്ന് കിട്ടിയ സപ്പോർട്ട് ഇതൊക്കെയാണ്. നെക്സ്റ്റ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ്റെ കീഴിൽ യുണൈറ്റഡ് നാഷൻ ഇനിഷ്യേറ്റീവ്സ്, അതിൽ ഫസ്റ്റ് ആണ് യുണൈറ്റഡ് നാഷൻ എൻവിറോൺമെൻറ്റ് പ്രോഗ്രാംസ്. അതായത് നമ്മൾ എൻവിറോൺമെൻറ്റിലുള്ള പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുക, ഇങ്ങനെ ഇതിന് വേണ്ടിയിട്ട് പൊല്യൂഷൻസ് കുറക്കാൻ വേണ്ടിയിട്ടുള്ള അവയർനെസ് ക്ലാസ്സുകൾ കൂടെയും അങ്ങനത്തെ ഓരോന്ന് കണ്ടക്ട് ചെയ്യുന്നു. ദെൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്, നമുക്ക് നാച്ചുറൽ റിസോഴ്സുകൾ ഡെവലപ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓരോ ഗോളുകൾ ഉണ്ടാകുന്നു. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഗ്ലോബൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഒന്ന് വേൾഡ് ബാങ്ക്, അതായത് നമ്മൾ ബാങ്കിൻ്റെ കീഴിൽ നിന്ന് വായ്പ കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്, ലോണുകൾ അതുപോലെ തന്നെ സേവന സർവീസുകൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. ദെൻ ഇൻ്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ, അതായത് ഈ ഗ്രീൻ ബിസിനസ്സുകളൊക്കെ ഉണ്ടാവുമല്ലോ അവർക്കൊക്കെ എന്ത് ചെയ്യുന്നു, കുറേ ഉപദേശങ്ങൾ കൊടുക്കുന്നു എന്നിവയൊക്കെ ഇവർ ചെയ്യുന്നു. നെക്സ്റ്റ് ട്രീറ്റീസ് ആൻഡ് അഗ്രിമെൻറ്റ്, അതിൽ പാരീസ് അഗ്രിമെൻറ്റ്, അതായത് ഈ ബിസിനസ്സിൻ്റെ ഈ ഓരോ ഇൻഡസ്ട്രീസിൻ്റെ ഉള്ളിൽ കാർബൺ ഡൈ ഓക്സൈഡ് വർദ്ധിപ്പിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെതിരായിട്ടുള്ള അഗ്രിമെൻറ്റ്സ്, നിയന്ത്രിക്കാനുള്ള അഗ്രിമെൻറ്റുകളും. ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറയുമ്പോൾ ഈ കാർബണെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രേഡിംഗ് പോലുള്ള സംവിധാനമാണ് ഈ ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ്റെ കീഴിൽ വരുന്നത്. ഈ ഒരു മൊഡ്യൂളിൽ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.